ഡിയേഴ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മംഗലാംകുന്ന് ശ്രീ പരിയാനംപറ്റ ക്ഷേത്രത്തിൻ്റെ മുകളിലാണ് കേട്ടോ. താഴത്തുനിന്നൊക്കെ തൊഴുതുണ്ട് വന്നു. അപ്പോൾ അവിടുന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ മേലേക്ക് കയറിയതാണേ. അമ്പലത്തിൽ അടങ്ങനെ ഞാൻ മുകളിലാട്ടോ, ആൽമരത്തിൻ്റെ ചുവട്ടിലാണ്. ഇപ്പോൾ കുളത്തിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുളം ഉള്ളത് നേരാക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കല്യാണ മണ്ഡപമൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ കിഴക്കേ നടാന്ന് പറയും. ഇപ്പോൾ അവിടേക്ക് റോഡാക്കി. മുമ്പൊക്കെ പടികളായിരുന്നേ. ഏതുപോലത്തെ പടികളായിരുന്നു എന്നറിയോ? ഇതാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന ആലിൻ്റെ മരത്തിൻ്റെ ചുവട്. അപ്പോൾ അങ്ങോട്ടുള്ള പടി ഉണ്ടല്ലേ, ഇതാണ് വടക്കേ നട കേട്ടോ. അവിടെ മുകളിലേക്ക് കുറേ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഭാഗമായിരിക്കും നിങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള പടിയായിരുന്നു അവിടെ. കാരണം എനിക്ക് ഇത്ര കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആ പടി മുഴുവൻ കയറിയിട്ടാണ് സ്കൂളിലേക്ക് പോയായിരുന്നു. എത്ര പടി ഉണ്ടെന്നൊക്കെ എണ്ണീട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയായിരുന്നു. ഇതാണ് ശിവലിംഗം. ആ പൂവിൻ്റെ മരം കേട്ടോ. പൂവ് കണ്ടില്ലേ, മുകളിലേക്ക് നിറയുണ്ട് കേട്ടോ. ഇത് സ്മെല്ല് അത്ര രസമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ദിവസം അറുത്തിരുന്നു കേട്ടത്. ഞാൻ ഇതുണ്ടോ പറിച്ചപ്പോഴേക്കും അതിൻ്റെ ഇതളൊക്കെ പോയി. താഴത്തുണ്ട് കേട്ടോ നിറയെ, കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഭംഗിയുള്ള പൂവ്. ഇതെന്താ വെച്ചാൽ അതാണ്ടോ, അയ്യോ അതൊക്കെ പൊട്ടിപ്പോന്ന്. നല്ല ഭംഗിയുണ്ടല്ലേ, വലിയ മരം കേട്ടോ. ഈ മരത്തിന് ഇന്നേക്കാട്ടിലും പ്രായമുണ്ട്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള മരമാണത്. ഒരുപാട് മുട്ടുകളുണ്ടല്ലോ ഇതിൽ വിരിയാനായിട്ട്. പിന്നെ താഴത്തങ്ങനെ പൂക്കളുടെ കളിയാണ്. നിറയെ പോയിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അമ്പലത്തിൽ ചുറ്റുവിളക്കൊക്കെ തെളിയിക്കാൻ തുടങ്ങിയിട്ടോ. ചുറ്റുവിളക്ക് മുഴുവൻ തെളിയിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി തൊഴുകാമെന്ന് കരുതിയിട്ടാണ് ഞാൻ. ഒന്നുകൂടി തൊഴുകാമെന്ന് കരുതിയിട്ട് അവിടുന്ന് വീഡിയോ എടുക്കാതെ ഞാൻ അങ്ങോട്ട് മുങ്ങിയതാട്ടോ. കാരണം ആൾക്കാർ നിറയെ തൊഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മോശമല്ലേ വീഡിയോ എടുത്ത് നിൽക്കുന്നത്. പിന്നെ ഈ മരം ഏതാണെന്നറിയോ? ചെമ്പകമരം കേട്ടോ. ഇതൊക്കെ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ ഉണ്ട്. 15 വർഷം പോരാ, 20 വർഷത്തിന് മുമ്പ് ഇത്രയും വലിപ്പമുണ്ടായിരുന്ന മരമായിരുന്നു. ചെമ്പകമരമാണ് കേട്ടോ. നിറയെ ചെമ്പകപ്പൂവുള്ള കാലത്ത് സ്കൂളിൽ പോണ ടൈമിൽ ഈ ചെക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലായിരിക്കും ഓരോ കൊമ്പിലുണ്ടാവും ഓരോ കുട്ടികൾ. നിറയെ പൂവൊക്കെ അറുത്തരിട്ടൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് ചെമ്പകം. ആൽമരത്തിൻ്റെ ചോട്ടിൽ കണ്ടില്ലേ അമ്മേൻ്റെ ഫോട്ടോ ഉണ്ട്. സുബ്രഹ്മണ്യ സ്വാമീൻ്റെ എല്ലാ ദൈവങ്ങളുടെയും, ശ്രീകൃഷ്ണൻ്റെ എല്ലാവരുടെയും ഉണ്ട്. ഇതിൻ്റെ ഒരു വണ്ണം കണ്ടോ നിങ്ങൾ? എന്തോരം പ്രായമുണ്ടെന്നറിയോ ഈ ആൽമരത്തിന്? ഇതൊക്കെ വല്ലാത്ത നോസ്റ്റാൾജി ചെയ്യുന്നു കേട്ടോ. പിന്നെ ആ ആൽമരത്തിൻ്റെ താഴെയല്ലേ, അവിടെ അങ്ങനെയാണ് മറ്റേ സുന്ദരം ഷൂട്ടിങ്ങിൻ്റെ ആ കുഞ്ചാക്കോ ബോബൻ്റെ വീടുണ്ടായിരുന്നു കേട്ടോ. താൽക്കാലിക സെറ്റ് ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ വെച്ച് ഷൂട്ടിങ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ സ്കൂളിൽ പോണ മുമ്പിലൊക്കെ ആയിരുന്നു കുഞ്ചാക്കോ ബോബനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മകൾ പറയാനുള്ളത് ഷൂട്ടിങ്ങിൻ്റെ തന്നെ ആയിരിക്കും. കാരണം ഞങ്ങൾ സ്കൂളിൽ പോണ സമയത്തും പിന്നെ ഞാൻ ഇവിടെ കടയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും അതിൻ്റെ മുകളിലായിരുന്നു കേട്ടോ പൃഥ്വിരാജും കാവ്യമാധവനൊക്കെ ഉണ്ടായിരുന്നു വാസ്തവം സിനിമയ്ക്ക്. അവരൊക്കെ എൻ്റെ മുമ്പിലായിരുന്നു അവിടെ വന്നിറങ്ങിയത്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല കേട്ടോ ഇതാരാന്ന്. എന്താണ്ടോ ആ പടീൻ്റെ അവിടെ അങ്ങനെയായിരുന്നു പൃഥ്വിരാജ് ആദ്യം വന്ന് നിന്നിരുന്നു. അപ്പോൾ അവിടെ കണ്ടില്ല, അങ്ങോട്ട് കയറാനൊക്കെ ഒരു സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പടികളൊക്കെ ഓടി ഓടി കയറിയായിരുന്നൊരു പ്രായമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ പടികൾ കാണുമ്പോൾ കൊതിയാവുക, പക്ഷേ കയറാൻ പേടിയാണ്, പറ്റില്ല. അപ്പോൾ ഭയങ്കര മുട്ടുവേദനയൊക്കെ ഉണ്ട്
കേട്ടോ. അമ്പലക്കുളത്തിൽ അടിപൊളി വെള്ളമാണ് കേട്ടോ, നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇപ്പം എന്താ വെച്ചാൽ ഈ പണി നടക്കും കൊണ്ട് കണ്ടില്ലേ, ശാന്തിക്കാർക്ക് മാത്രമേ അങ്ങോട്ട് കിടക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. മുമ്പൊരു ഇടുങ്ങി പിടിച്ചിട്ടായിരുന്നു, ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നേരാക്കിയ അടിപൊളിയാവും. ഇവിടെയാണ് പള്ളിപ്പാനയൊക്കെ നടക്കണത് കേട്ടോ. പടുത്ത് കഴിഞ്ഞ ഞായറാഴ്ച നടന്നിട്ടേ ഉള്ളൂ, അതാണ്. പിന്നെ ഈ അമ്പലത്തിലെ സ്റ്റേജ് ഇതാണേ, ഇവിടെ വെച്ചിട്ടാണ് അധികം പരിപാടിയൊക്കെ നടക്കുക. സപ്താഹ വായന അതൊക്കെ അപ്പുറത്ത് വേറെ സ്റ്റേജ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓരോ ആഘോഷങ്ങളുണ്ടാകുമ്പോൾ ഇതുണ്ടാവില്ലേ, നാടകം അങ്ങനത്തെയൊക്കെ, ഡാൻസ് അരങ്ങേറ്റം, അതൊക്കെ ഇവിടെ ഉണ്ടാവുക. ചുറ്റുവിളക്കൊക്കെ മുഴുവൻ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ തൊഴുതിട്ട് നേരെ വീട്ടിൽ പോവുകയാണേ.